ബഷീറാണ് അബുദാബിയിൽ നിന്ന് ഡെലിഗേറ്റിൽ നിന്നാട്ടാ. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു വണ്ടി സർവീസിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓയിൽ ചേഞ്ചിന് കൊടുക്കുമ്പോൾ അതൊരു ഗ്യാരേജിൽ തന്നെ കൊണ്ടുപോയിട്ട് ചെയ്യണമെന്ന്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു ടയർ ഷോപ്പിലോ ഇല്ലെങ്കിൽ പെട്രോൾ സ്റ്റേഷനിലോ നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഓയിൽ മാറ്റിയിട്ട് വേറെ ഓയിൽ ഒഴിക്കുക എന്നതിനപ്പുറം ആ വണ്ടിയെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല, അവർ ചെയ്യാൻ ശ്രമിക്കൂല. കാരണം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ആ ഒരു ചെറിയ പണി മാത്രമേ. സാധാരണ ഒരു ഗ്യാരേജിൽ, ഒരു അത്യാവശ്യം നല്ലൊരു ഗ്യാരേജിൽ നിങ്ങൾ പോകുമ്പോൾ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യും, ടയർ റൊട്ടേറ്റ് ചെയ്യും, ലീക്സ് വല്ലതും ഉണ്ടോ നോക്കും, ഇല്ലെങ്കിൽ ബ്രേക്ക് ഓക്കെ ആണെന്ന് നോക്കും, ബ്രേക്ക് ഓയിൽ, അതുപോലെ ഓയിൽസ് അപ്ഡേറ്റ് ചെയ്തൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ നമ്മുടെ ഉള്ളത് ഒരു ലെക്സസ് 570 ആണ്. ഈ ഒരു വണ്ടിയുടെ ഓയിൽ ചേഞ്ചിന് വന്നപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ തോന്നുന്ന വേണ്ട, ഇതൊന്ന് കാണുന്നുണ്ടോ? ഓയിൽ ലീക്ക് കാണുന്നുണ്ടോ? ഇത് ഓയിൽ ലീക്കാണ്. ഡബിളിൻ്റെ സീല് പോയിട്ട് അത് ഓയിൽ ലീക്ക് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കസ്റ്റമറെ വിളിച്ച് പറഞ്ഞപ്പോൾ അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ്ട സ്റ്റെയറിങ്ങിൻ്റെ ഈ ബൂട്ട് കണ്ട, ഇത് ലീക്ക് ഉണ്ട് കണ്ട. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വണ്ടി നമ്മുടെ അടുത്ത് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ബാക്കിയുള്ള വർക്കും കൂടി ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ആ വണ്ടി പറഞ്ഞേക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ആ കസ്റ്റമറെ നമ്മൾ അവെയർ ചെയ്യും, ഇങ്ങനെ പണിയൊക്കെ ഇതിനുണ്ട് എന്ന്. അപ്പോൾ ഒരു ഗാരേജിൽ നിങ്ങളൊരു ഓയിൽ ചേഞ്ചിൽ വന്നിട്ട് 10-20 ദിർഹംസിന് നിങ്ങൾ തർക്കിച്ചിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അത് ലാഭം നോക്കുമ്പോൾ ചിലപ്പോൾ 2000-3000 ഒക്കെ ആവും നിങ്ങൾക്ക് നഷ്ടം വരിക. ഏതൊരു സാധനമായാലും നിങ്ങൾ മാറ്റേണ്ട സമയങ്ങളിൽ തന്നെ മാറ്റുക. അത് മാറ്റുക, ആ ഒരു ടൈമിൽ തന്നെ അത് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അതിൻ്റെ ഒരു വൃത്തിയിലും വെടുപ്പിലും ആ ഒരു വർക്ക് ചെയ്യുക. അപ്പോൾ ഓയിൽ ചേഞ്ച് ആയിക്കോട്ടെ, ഗിയർ ബോക്സ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പെയിന്റിംഗ് ആയിക്കോട്ടെ, ഡെന്റിങ് ആയിക്കോട്ടെ, വാട്ട് എവർ പ്രോബ്ലം ഓൺ യുവർ കാർ, ലെറ്റ്സ് വെൽക്കം ടു ഡെലിഗേറ്റ് ഓട്ടോ ഗാരേജ് M9. ഏവർക്കും സ്നേഹസ്സലാം. അസ്സലാമു അലൈക്കും.